ശ്രീ ജയസൂര്യൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് തന്നെ കൃത്യമായി നയതന്ത്ര തലത്തിൽ ശക്തമായ താക്കീത് പാകിസ്ഥാന് നൽകിക്കൊണ്ടായിരുന്നു ഓരോ ചുവടും മുന്നോട്ട് വച്ചത്. അതിൽ വിജയം കൈവരിക്കുകയും തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയം കൈവരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ ഭീകരവാദത്തിനെതിരായുള്ള നിലപാടും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങളും വിശദീകരിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുള്ള സമിതിയെ തിരഞ്ഞെടുത്തതിലും എത്രത്തോളം ആസൂത്രണമുണ്ട്, തന്ത്രമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിനോട് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകളെല്ലാം തള്ളി. കാരണം പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പകർന്നിരുന്നവരും ആരോപണ വിധേയരായിരുന്നവരുമായിരുന്നു. പക്ഷേ ആരെയൊക്കെയാണോ ഉൾക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന് അറിയാം. അതനുസരിച്ച് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത ശശി തരൂരിനെ അതിൽ ഒരു സമിതിയുടെ ലീഡറായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഭാരത സർക്കാരിൻ്റെ നിലവിലുള്ള നീക്കം അത് ഭാരതത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾക്കെതിരെയായാലും ഭാരതത്തിനുള്ളിൽ നിന്നുയരുന്ന വിഘടന സ്വരങ്ങൾക്കെതിരെയായാലും എത്രമാത്രം ബുദ്ധിപൂർവമാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയല്ലേ ഇത്തരം കാര്യങ്ങൾ? തീർച്ചയായിട്ടും അതെ. കാരണം ഭാരതം ഈ കാര്യത്തിൽ കൈക്കൊണ്ട നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനകരമായി, ഒപ്പം തന്നെ വളരെ വ്യക്തമായി സുതാര്യമായി അവതരിപ്പിക്കാൻ ഭാരതം തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ 100% ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നയവും നയതന്ത്രവും വിദേശ ബന്ധങ്ങളും ഭാരതം സൂക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല, ഭാരതത്തിനകത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി 7 സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത്. അതിൽ പാർലമെന്റിലെ അംഗത്വമുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമൊക്കെ മാറി മാറി നിന്നുകൊണ്ട് അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായി ചെയ്യുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തിൽ ഭാരതം ഒറ്റക്കെട്ടായിരുന്നു. പാകിസ്ഥാൻ നേരിട്ടതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങളോ ഒന്നും തന്നെ ഭാരതത്തിൽ ഉണ്ടായില്ല. മുഴുവൻ പാർട്ടികളും മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഭാരതത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക്, കേന്ദ്ര ഗവൺമെന്റിന്, ഇന്ത്യൻ സൈന്യത്തിന് ഒരേപോലെ പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാശ്മീരിൽ നിന്നുള്ള മുഫ്തി മുഹമ്മദ് ആണെങ്കിലും അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള ആണെങ്കിലും അഹമ്മദാബാദിലെ ഒവൈസി ആണെങ്കിലും എല്ലാവരും തന്നെ, കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഗവൺമെന്റിനോട് ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ അതിനുശേഷം നമ്മൾ ഈ ഓപ്പറേഷൻ വിജയകരമായി പര്യവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏത് നിമിഷവും നമുക്ക് പുനരാരംഭിക്കേണ്ടി വരും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിച്ച ചരിത്രം അവർക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഈ പറഞ്ഞ ഉറപ്പുകൾ ലംഘിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഭാരതം വ്യക്തമായി. എന്നാൽ അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ മുമ്പാകെ, ലോക മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ വിശദവും ദുരുപദിഷ്ടവുമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുറത്തു വരാത്ത വണ്ണം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പാകിസ്ഥാൻ തരം താണപ്പോൾ സത്യസന്ധമായി ഈ വസ്തുതകൾ എന്താണ് എന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത ഭാരതത്തിന് വന്നു ചേർന്നു. അതുകൊണ്ടാണ് ഒരു പാർലമെന്റ് സമ്മേളനം നടത്തുന്നതിന് പോലും മുൻപ് ഇത്തരം കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് മുമ്പാകെ വ്യക്തവും വിശദവുമായി അവതരിപ്പിക്കാൻ ഭാരതം തയ്യാറായത്. ആ സമയത്ത് ഭാരതത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുകയുണ്ടായി, നിങ്ങളുടെ പ്രതിനിധികളെ തരണം. വിദേശത്തിലേക്ക് പോകുന്ന 7 സംഘങ്ങളിൽ, അതായത് പാർലമെന്ററി കമ്മിറ്റികളിൽ നിങ്ങളുടെ പ്രതിനിധികളെ തരണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചത് സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയോടും അഭ്യർത്ഥിക്കുകയുണ്ടായി.
കോൺഗ്രസ് പാർട്ടി 4 പേരുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ 4 പേർ എന്ന് പറയുന്നത് MP-മാരുടെ പ്രതിനിധികളായിരിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു പറഞ്ഞിട്ട് പോലും MP-മാരല്ലാത്തവരെ നിർദ്ദേശിക്കുകയും വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി സുഖകരമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ അതിൽ ഉൾപ്പെടുത്തുകയും സത്യപ്രതിജ്ഞാ വേളയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കപ്പെട്ട അണികളെ ഉള്ള MP-മാരെ അതിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമായി. അതായത് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രതിനിധികളായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, വ്യക്തമായ ദേശഭക്തിയുള്ള, ഈ യുദ്ധസമയത്ത് ഇന്ത്യയോടൊപ്പം കൂറോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ ധീരമായി പ്രകടിപ്പിച്ച പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിലുണ്ട്. അതിലൊരു ഉദാഹരണമാണല്ലോ ശശി തരൂർ. അദ്ദേഹം നമ്മുടെ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അപ്പോൾ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി എന്ന പദവി വഹിച്ചിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. ആ വിഷയത്തിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ പണ്ഡിതനും സ്കോളറുമാണ്. ഈ എല്ലാ വസ്തുതകളും കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുമ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഭാരതം മനസ്സിലാക്കണം. കാരണം ഇത് രാഷ്ട്രീയത്തിലുപരി രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയും രാജ്യത്തിന്റെ നിലപാടുകളെയും ലോകത്തിന് മുമ്പാകെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ദൗത്യമാണ് ഇവരെ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിക്കുന്നത്. അത് ശ്രീ ശശി തരൂർ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നേഷൻ ഫസ്റ്റ്, പൊളിറ്റിക്സ് നെക്സ്റ്റ്. അപ്പൊ രാജ്യമാണ്, രാഷ്ട്രമാണ് ഒന്നാമത്, രാഷ്ട്രീയം രണ്ടാമതാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രതിനിധിയായി ലോകമെമ്പാടും പോകുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി വളരെ നഗ്നമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ അനഭിമതനായിരുന്ന അല്ലെങ്കിൽ അനഭിമതനായേക്കാമെന്നുള്ള അതിന്റെ ഗാന്ധി കുടുംബത്തിന് അത്ര പ്രിയങ്കരനല്ലാത്ത ശശി തരൂരിനെ ഇത്തരമൊരു ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ആവശ്യമായിരിക്കാം. പക്ഷെ പകരം വെച്ച ആൾക്കാർ പാകിസ്ഥാനുമായി അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളവരും പാകിസ്ഥാൻ സിന്ദാബാദ് അണികളെ കൊണ്ട് വിളിപ്പിക്കുന്നവരും MP സ്ഥാനം പോലും ഇല്ലാത്തവരും അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് ഈ സംഘത്തിലേക്ക് നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സുവ്യക്തമാക്കിയിട്ടുള്ള പ്രതിനിധികളെ, അത്തരം പ്രതിനിധികളെ ഈ വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ രാജ്യവിരുദ്ധത കുത്തി നിറച്ച മനസ്സുകളെ ഈ പറയുന്ന സമിതികളിലേക്ക് കൊണ്ടുവന്നാൽ വിദേശത്ത് പോയി അവരെടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും? അവർ ഭാരതത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഇമേജ് എന്തായിരിക്കും? ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ അവർ കൊടുക്കുന്ന വിശദീകരണം എന്തായിരിക്കും? ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ മാരകമായിട്ടുള്ള അപകടങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായതാണ് കോൺഗ്രസിന്റെ ഉൾപാർട്ടി പോരിലും ഉൾപാർട്ടി പൊളിറ്റിക്സിനും അപ്പുറം രാഷ്ട്രത്തിന്റെ ദൗത്യം ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതൊരു ഗതികേടാണ് കോൺഗ്രസ് പാർട്ടിയുടെ. ജയസൂര്യൻ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കോൺഗ്രസിന് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും കൃത്യമായി ഈ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക, നമുക്ക് വേണ്ടി, ഭാരതത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി സംസാരിക്കുക ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എന്നുള്ളൊരു തീരുമാനം, അത് അങ്ങേയറ്റം സുതാര്യമായി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു സമിതി രൂപീകരിക്കുകയും 7 സംഘങ്ങളാക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നമുക്ക് മറ്റൊരു വശത്തു നിന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരെല്ലാവരും ഈ സമിതികളിലുണ്ട്. അതിൽ ചിലതിൽ ലീഡർ നിരയിലേക്ക്, നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നതും അതിലെ പ്രതിപക്ഷമാണ്. പ്രത്യേകിച്ച് ശശി തരൂർ ഉൾപ്പെടെയുള്ളത്, കനിമൊഴി ഉൾപ്പെടെയുള്ളവർ ഒക്കെ തന്നെ. അപ്പോൾ
അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ഭാരതത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരായി ശബ്ദമുയർത്താൻ ശ്രമിച്ചോ അവരെയൊക്കെ കൃത്യമായി ഒരു പൂട്ടിയിരിക്കുകയല്ലേ. അവർക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പോയി ഭാരതത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കണം, ഭാരതം എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ കോൺഗ്രസ് എത്രയൊക്കെ പ്രതിരോധം ഈ വിഷയത്തിൽ സൃഷ്ടിച്ചാലും കൃത്യമായി തിരഞ്ഞെടുക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നു. അവർ എന്താണ് ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പറയേണ്ടത് എന്നുള്ള നിലപാട് ഭാരത സർക്കാർ അറിയിക്കുന്നു. അപ്പോൾ പ്രതിരോധത്തിലുമൊപ്പം പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി കോൺഗ്രസ് വന്നുപെട്ടിരിക്കുകയല്ലേ ഭാരത സർക്കാരിന്റെ ഈ നിലപാടിലൂടെ? തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിനെ പൂട്ടാനാണ് ശ്രമിച്ചതെങ്കിലും ഇപ്പോൾ പൂട്ടു വീണിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. ആ പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധാർമ്മികമായ തകർച്ചയെ നേരിടുകയാണ്. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദേശീയത ആദ്യം, രാഷ്ട്രം ആദ്യം എന്ന് പറയുന്ന ഒരു വിഭാഗവും, രാഷ്ട്രം പിന്നീട്, ഞങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ആദ്യം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും കോൺഗ്രസിനകത്ത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് പാർട്ടിയോടാണ്, കോൺഗ്രസ് പാർട്ടിയോടാണ്. എന്നാൽ പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത സമയത്ത് ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടെ ഉള്ള ഒരു ലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കിയതിനു ശേഷം രാഹുൽ ഗാന്ധി ആ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ആ ലിസ്റ്റ് വെട്ടിത്തിരുത്തി ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരമുള്ള ഒരു ലിസ്റ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ വരുന്ന വർത്തമാനം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കകത്ത് തമ്മിലടിയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ശീതസമരമോ അല്ലാത്ത സമരമോ തമ്മിലടിയോ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. മാത്രമല്ല, പകരം അദ്ദേഹം കൊടുത്ത വ്യക്തികൾ, അപ്പൊ അതിൽ ഒരു എം പി, ഒരു മുസ്ലിം എം പി ആണ്. അദ്ദേഹം ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ സ്വന്തം നാട്ടിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിച്ചത്. ആ വ്യക്തിയെ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ രംഗത്തേക്ക് ഭാരതത്തിന്റെ പ്രതിനിധിയായിട്ട് അയച്ചാൽ അയാൾ അവിടെ ചെന്ന് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുമോ, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമോ? മറ്റൊരു എം പി, അദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാൻകാരിയാണ്, ഇദ്ദേഹം മിക്കപ്പോഴും പാകിസ്ഥാനിലാണ്. അദ്ദേഹം മുൻകൈയെടുത്ത് പാകിസ്ഥാനിലുള്ളവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പാകിസ്ഥാൻകാരിയായ ഭാര്യയ്ക്ക് വേണ്ടിയും പാകിസ്ഥാനിലെ പൗരന്മാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയും ഒക്കെയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് മറ്റൊരാൾ. ഇങ്ങനെ കൃത്യമായിട്ടും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ എടുത്ത എം പിമാരെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പേര് വെട്ടിമാറ്റിയത് ശശി തരൂരിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. അതായത് ഞാൻ തെളിച്ച് വ്യക്തമായി പറയാം, പാകിസ്ഥാൻ സ്പോൺസേഡ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ലിസ്റ്റ്. ആ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ കോലാഹലം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ ചർച്ച വലിയ ശബ്ദത്തിൽ നടക്കട്ടെ, വ്യാപകമായി നടക്കട്ടെ, കുറെ കൂടി വ്യക്തമായി കോൺഗ്രസിന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പാകെ തെളിയട്ടെ, ലോകത്തിന് മുമ്പാകെ അത് വ്യക്തമാവട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു ദൗത്യം നടക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു അന്തരീക്ഷമല്ല സൃഷ്ടിക്കേണ്ടത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയും രാജ്യത്തിന്റെ നിലപാട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും വേണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വന്ന്, ഈ ദൗത്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിനകത്തോ ഇനി പാർലമെന്റിന് പുറത്തോ വിശാലമായ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സമയമുണ്ടല്ലോ. അപ്പോൾ ആ സന്ദർഭത്തെ, അതായത് രാജ്യം ഒറ്റക്കെട്ടായി ലോകത്തിന്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട സന്ദർഭത്തെ മലീമസമാക്കുന്ന രീതിയിൽ രാജ്യവിരുദ്ധമായ രീതിയിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ്.